കീമിൽ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകളുടെ രണ്ടാം ഘട്ട അതായത് സെക്കൻഡ് റൗണ്ട് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിനായിട്ട് പുതിയ അപേക്ഷകൾ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ മുമ്പ് അപേക്ഷിച്ച കുട്ടികൾക്കല്ല, പുതിയതായിട്ട് അപേക്ഷിക്കേണ്ടവർക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സുകളുടെ സ്ട്രേ വേക്കൻസി രണ്ടാം റൗണ്ട് സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയതായിട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടവർ മാത്രം ചെയ്താൽ മതി. ഇതിനുള്ള സമയം c.kerala.gov.in എന്നുള്ള സൈറ്റിൽ 18-ാം തീയതി നവംബർ 18-ാം തീയതി രാവിലെ 11 മണി വരെ ലഭ്യമാണ്. അപ്പോൾ ഈ രാവിലെ 11 മണി വരെ 18-ാം തീയതി രാവിലെ 11 മണി വരെ പുതിയതായിട്ട് ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവർക്കാണ് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള അവസരം. ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് റൗണ്ട് സ്ട്രേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾക്ക് വേണ്ടിയാണ് രണ്ടാം റൗണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി നിങ്ങൾ അപേക്ഷ കൊടുത്തവരെ നിങ്ങൾ കീമിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് പോർട്ടലൊക്കെ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഇനി ചെയ്യേണ്ടതില്ല. അവർ ഓപ്ഷൻ മാത്രം കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇപ്പം നിലവിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്കാണ് ഇപ്പോൾ അതിനുള്ള അവസരമുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ച് വെക്കുകയും വേണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യഘട്ടങ്ങളിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള കുട്ടികൾ, അതായത് ഓൾറെഡി കാൻഡിഡേറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ഇതിൽ അപേക്ഷിക്കാൻ പാടില്ല. ഓക്കെ, അതായത് ഇനി വീണ്ടും അവർ അപേക്ഷിച്ചാൽ അവരുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ആവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് മാത്രമാണ്. ഇനി ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ ഏതെങ്കിലും റിസർവേഷൻ ആഗ്രഹിക്കുന്നവരോ SC അല്ലെങ്കിൽ ST, EWS, നോൺ ക്രിമിനൽ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ കൂടി സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് അവരെ അതിന് പരിഗണിക്കുക. പിന്നീട് ഈ അപേക്ഷ എഡിറ്റ് ചെയ്യാനോ പുതിയ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയം തരില്ല. അതുകൊണ്ട് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക. അതിൽ മാർക്കിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാനുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി അതേപോലെ ഈ ആയുർവേദം, യോഗ അല്ലെങ്കിൽ യുനാനി, സിദ്ധ പോലുള്ള കോഴ്സുകളുടെ സീറ്റ് വേക്കൻസി ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം, ആ PDF. അപ്പോൾ അപേക്ഷിക്കേണ്ടവർ അപേക്ഷിക്കുക. ഡേറ്റ അല്ലെങ്കിൽ ആ PDF കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.